ഫിഷറീസ് വകുപ്പ് വേണമെന്ന ലീഗിന്റെ പിടിവാശി മൂലം സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടും വകുപ്പ് വിഭജനം പൂർത്തിയാക്കാനാകാതെ UDF. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച കാര്യത്തിൽ വിജ്ഞാപനമിറക്കാൻ കഴിയാതെ സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഫിഷറീസ് കിട്ടിയില്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുക്കില്ലെന്നാണ് ലീഗ് നിലപാട്. ഫിഷറീസ് ലീഗിന് നൽകിയാൽ ലത്തീൻ അതിരൂപതയും ധീവരസഭയും നിലപാട് കടുപ്പിക്കുമെന്നതും കോൺഗ്രസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ശ്യാമപ്രസാദ് ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, വകുപ്പ് വിഭജനം കിറാമുട്ടിയായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഫിഷറീസ് വേണം എന്ന കടുംപിടുത്തത്തിൽ മുസ്ലിം ലീഗ് നിൽക്കുമ്പോൾ അത് കൂടുതൽ കോൺഗ്രസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നു എന്നുള്ളതാണ്. കാരണം ലീഗിന് ഫിഷറീസ് നൽകുകയാണെങ്കിൽ ലത്തീൻ അതിരൂപതയും ധീവരസഭയും ഒക്കെ പിണങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, തങ്ങൾക്ക് ഫിഷറീസ് കിട്ടിയില്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം വിട്ടുതരില്ല എന്ന മറ്റൊരു കടുംപിടുത്തം കൂടി ലീഗ് തുടരുന്നുണ്ട്. ഇതിനി എങ്ങനെ സമവായത്തിൽ എത്തിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്? രോഹിണി, എന്തായാലും BDS മന്ത്രിസഭ അധികാരമേറ്റ് രണ്ടാം ദിനം പിന്നിടുമ്പോഴും മന്ത്രിസഭയിലെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിജ്ഞാപനം ഇറങ്ങാത്തത് ഒരു അനിശ്ചിതത്വവും അവ്യക്തതയുമായിട്ടാണ് നിലകൊള്ളുന്നത്. പ്രധാനമായും മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിജ്ഞാപന പട്ടിക തന്നെ ലോക്ഭവന് കൈമാറിയിട്ടില്ല. ഒപ്പം തന്നെ പൊതുഭരണ വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവോ വിജ്ഞാപനമോ ഇറക്കിയിട്ടില്ലാത്തതും അനിശ്ചിതത്വത്തിന് വഴിവെക്കുകയാണ്. പ്രധാനമായും മന്ത്രിമാരെല്ലാം ഏതൊക്കെ വകുപ്പുകളാണെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ അവരുടെ വകുപ്പുകളിലെത്തി ഓഫീസുകളിലെത്തി ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിക്കേണ്ട സാഹചര്യമുണ്ട്, അതത് യോഗങ്ങൾ ചേരേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ ഇതിലെല്ലാം തന്നെ അവ്യക്തത നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ മണിക്കൂറുകൾ മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും ലീഗ് കോൺഗ്രസിലെ തർക്കം തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന വകുപ്പുകൾ സംബന്ധിച്ചുള്ള തർക്കം. അത് ഫിഷറീസ് വകുപ്പ് വേണമെന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ലീഗ് ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ ഫിഷറീസ് വകുപ്പ് നൽകിയാൽ മാത്രമേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് വിട്ടു നൽകുകയുള്ളൂ എന്നൊരു നിലപാടിൽ തന്നെയാണ് ലീഗ് നേതൃത്വം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് ലീഗ് നേതൃത്വം എടുത്തിരിക്കുന്ന ഈ കടുംപിടുത്തം അത് കോൺഗ്രസിൽ സൃഷ്ടിക്കുന്ന വലിയ തലവേദനയാണ്. പ്രധാനമായും റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകാമെന്നായിരുന്നു പ്രധാനമായും വാഗ്ദാനം നൽകിയിരുന്നത്. ആ വാഗ്ദാനം പാലിക്കണമെങ്കിൽ പ്രധാനമായും ലീഗിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസിന് ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ ലീഗിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലഭിക്കണമെങ്കിൽ പ്രധാനമായും ഫിഷറീസ് വകുപ്പ് കൈമാറേണ്ടതുണ്ട്. അങ്ങനെ നിലവിൽ ഈയൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ധാരണ, ആ ഒരു ധാരണയുടെ പുറത്ത് ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുമ്പോഴും ലത്തീൻ അതിരൂപതയും ഒപ്പം തന്നെ ധീവരസഭയും കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമായും നിലവിൽ ഫിഷറീസ് വകുപ്പിന് ലീഗിന് വിട്ടുകൊടുക്കുന്നതിൽ കടുത്ത എതിർത്താണ് ലത്തീൻ അതിരൂപതയും ധീവര സമുദായവും വെച്ചു പുലർത്തുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഒരു പരസ്യമായ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം തന്നെ ലത്തീൻ അതിരൂപത ആസ്ഥാനത്തെ മുഖ്യമന്ത്രി VD സതീശൻ സന്ദർശിച്ചപ്പോൾ സഭാധ്യക്ഷന്മാരെല്ലാം തന്നെ നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് നിലവിൽ ലീഗിനെ അനുനയിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു നീക്കം നടത്താനായിട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നത്. ലീഗിനെ അനുനയിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഫിഷറീസ് വകുപ്പ് നിലവിൽ വാങ്ങാതെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൽ നിന്നും വാങ്ങിയെടുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ഫിഷറീസ് വകുപ്പിന് പകരം ലീഗിന് മറ്റേതെങ്കിലും വകുപ്പുകൾ നൽകിയാൽ മതിയെന്നുള്ള ആലോചനകൾ കൂടി നിലവിലുണ്ട്. ഒപ്പം തന്നെ മറ്റ് മന്ത്രിമാർക്കിടയിലും കടുത്ത അതൃപ്തി പരസ്യമായി തന്നെയാണ് നിലകൊള്ളുന്നത്. T. സിദ്ദിഖിൻ്റെയാണ് ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. T. സിദ്ദിഖിന് ആദ്യം വനം വകുപ്പ് മന്ത്രിയുടെ ചുമതലയിലേക്കായിരുന്നു മാറ്റിയിരുന്നത്. എന്നാൽ RSPയുടെ ഷിബു ബേബി ജോൺ ഇക്കാര്യത്തിൽ വനം വേണമെന്ന ഇത്തരത്തിൽ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോയതോടുകൂടി തന്നെ VDS ആ ഒരു വകുപ്പ് ഷിബു ബേബി ജോണിന് കൈമാറുകയായിരുന്നു. ഒപ്പം T. സിദ്ദിഖിനെ കൃഷി വകുപ്പിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ കൃഷി വകുപ്പിന് യാതൊരു താല്പര്യവുമില്ലെന്നും ഇത്തരത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് T. സിദ്ദിഖ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സമവായത്തിലെത്താനാകാത്തൊരു സാഹചര്യം കൂടിയാണ് ഈ മണിക്കൂറുകളിൽ നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനമായും VD സതീശൻ്റെ കൈയാളുന്ന ചുമതല വഹിക്കുന്ന പൊതുഭരണം, ഒപ്പം തന്നെ നിയമം, ധനവകുപ്പുകൾ, PRD ഈ വകുപ്പുകളിൽ ഏതെങ്കിലും ഒന്ന് നൽകിക്കൊണ്ട് T. സിദ്ദിഖിന് നൽകിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത് VD സതീശന് മുൻപാകെ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രധാനമായും VD സതീശൻ ഇതിന് അനുകൂലമായൊരു മറുപടിയോ സാഹചര്യമോ സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ് ഈ മണിക്കൂറുകളിൽ വരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ. എന്തായാലും VD സതീശൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു വകുപ്പ് നൽകിക്കൊണ്ട് ഇത്തരത്തിലൊരു അനുനയ നീക്കത്തിനുള്ള ശ്രമങ്ങളായിരിക്കും പ്രധാനമായി നടക്കുകയും ചെയ്യുക. എന്തായാലും ലീഗിനെ അനുനയിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് വഴങ്ങുമോ അല്ലെങ്കിൽ കോൺഗ്രസിനെ അനുനയിപ്പിച്ചുകൊണ്ട് ലീഗ് വഴങ്ങുമോ എന്നാണ് ഈ മണിക്കൂറുകളിൽ ഇനി പുറത്തു വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത.